ജനങ്ങളുടെ ആധാർ വിവരങ്ങൾ റിലയൻസിന് നൽകി കേന്ദ്ര സർക്കാർ. ആധാർ വിവരങ്ങൾ പൂർണ്ണമായും രഹസ്യമായി സൂക്ഷിക്കാൻ ആകില്ലെന്ന് വ്യക്തമാക്കിയ കേന്ദ്ര സർക്കാർ റിലയൻസ് ജിയോ അടക്കം സ്വകാര്യ ഏജൻസികൾക്ക് ആധാർ വിവരങ്ങൾ നൽകിയതായി വ്യക്തമാക്കി. കേന്ദ്ര സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങൾ മാത്രമുണ്ടായിരുന്ന പട്ടികയിലാണ് റിലയൻസിനെയും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ജനങ്ങളുടെ അഭ്യർത്ഥന പ്രകാരമാണ് ആധാർ വിവരങ്ങൾ റിലയൻസ് ജിയോയ്ക്ക് നൽകിയതെന്നാണ് വിശദീകരണം. വിവരങ്ങളുമായി ആധാർ നമ്പർ മാത്രം നൽകി റിലയൻസിന് ജിയോ സിം ലഭിച്ചു തുടങ്ങിയത് മുതൽ ആധാർ വിവരങ്ങളുടെ രഹസ്യ സ്വഭാവത്തിലെ സംശയവും ഉണർന്നു. ഏകീകൃത തിരിച്ചറിയൽ സംവിധാനമായ ആധാർ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കണമെന്നാണ് നിയമം. എന്നാൽ ആധാറിലെ മുഴുവൻ വിവരങ്ങളും രഹസ്യമായി സൂക്ഷിക്കാനാകില്ലെന്നാണ് ഇത് ചോദ്യം ചെയ്തുള്ള വിവരാവകാശ രേഖയിൽ ഇലക്ട്രോണിക്സ് ആൻഡ് IT മന്ത്രാലയം അറിയിച്ചത്. പേര്, വീട്ടുവിലാസം, കുടുംബാംഗങ്ങൾ, ജോലി, വരുമാനം, ജനനത്തീയതി തുടങ്ങിയ മുഴുവൻ ഡെമോഗ്രാഫിക് വിവരങ്ങളും സ്വകാര്യ കമ്പനികൾക്ക് നൽകും. കണ്ണുകളുടെ സ്കാനിംഗ് വിവരം, വിരലടയാളം, മുഖചിത്രം തുടങ്ങിയ ബയോമെട്രിക് വിവരങ്ങൾ അതീവ രഹസ്യമാണ്. എന്നാൽ ആധാർ സേവനങ്ങൾ ഉപയോഗിക്കാവുന്ന ഓതന്റിക്കേഷൻ യൂസർ ഏജൻസി പട്ടികയിൽ വരുന്ന സ്വകാര്യ ഏജൻസികൾക്ക് ഈ വിവരങ്ങളും സർക്കാർ നൽകും. കേന്ദ്ര സംസ്ഥാന സ്ഥാപനങ്ങൾ മാത്രമായി ഉണ്ടായിരുന്ന ഈ പട്ടികയിൽ റിലയൻസിനെയും സർക്കാർ ഉൾപ്പെടുത്തി. മറ്റു സ്വകാര്യ ഏജൻസികളും പരിഗണനയിലാണ്. സിം എടുക്കാൻ ഉപഭോക്താവ് പതിച്ച വിരലടയാളം ആധാർ വിവരങ്ങൾ നൽകാനുള്ള അഭ്യർത്ഥനയായി പരിഗണിച്ചാണ് റിലയൻസ് ജിയോയ്ക്ക് സർക്കാർ സെർവറിൽ നിന്ന് വിവരങ്ങൾ നൽകിയതെന്നും മന്ത്രാലയം വ്യക്തമാക്കി. അഡ്മിനിസ്ട്രേറ്റീവ് സംവിധാനത്തിന് തന്നെ നമ്മുടെ ബാങ്കിങ്, നമ്മുടെ സെക്യൂരിറ്റി, നമ്മുടെ ഈ പറയുന്ന സബ്സിഡി അടക്കമുള്ള സാധനങ്ങൾ, ഇതിലൊക്കെ തന്നെ ഈ കോർപ്പറേറ്റ് ഗവേണൻസിന്, ഒരു കോർപ്പറേറ്റ് രീതിയിലേക്ക് മാറ്റുന്നതിൻ്റെ ഒരു ദൃഷ്ടാന്തമായിട്ടാണ് ഇത് കാണാൻ കഴിയുള്ളത്. ആധാറിലെ വ്യക്തിപരമായ വിവരങ്ങൾ ആദ്യം റിലയൻസിന് നൽകിയതോടെ വോഡാഫോൺ, എയർടെൽ എന്നീ കമ്പനികളും ഇതേ ആവശ്യവുമായി രംഗത്തെത്തി. ഈ കമ്പനികൾക്കും സർക്കാർ അനുമതി നൽകി കഴിഞ്ഞു. ഓതന്റിക്കേഷൻ യൂസർ ഏജൻസിയുടെ പട്ടികയിൽ വരുന്ന എല്ലാ സ്വകാര്യ കമ്പനികൾക്കും അതീവ രഹസ്യമായി സൂക്ഷിക്കുന്ന ആധാർ വിവരങ്ങൾ കൈമാറാമെന്നാണ് സർക്കാർ വിശദീകരണം. എന്നാൽ കൈമാറപ്പെടുന്ന ഈ വിവരങ്ങൾ എന്തെല്ലാം ആവശ്യങ്ങൾക്ക് കമ്പനികൾക്ക് ഉപയോഗിക്കാനാകുമെന്ന കാര്യത്തിൽ കൃത്യത വരുത്താൻ സർക്കാരിനാകാത്തത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു. ക്യാമറാമാൻ രാജീവ് കണ്ണാടിക്കൊപ്പം മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. മനു ചേർന്നുണ്ട് ഈ വാർത്തയുടെ വിവരങ്ങളുമായി. മനു, വലിയൊരു ആശങ്ക കൂടി ഉയർത്തുന്നതാണ് ഈ ഒരു സാഹചര്യം. എന്തൊക്കെ വിശദീകരണങ്ങളാണ് സർക്കാർ പറയുന്നത്? ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? സൗമ്യ, സാധാരണഗതിയിൽ ഒരു മൊബൈൽ സേവന ദാതാവിന്റെ കണക്ഷനും മറ്റും എടുക്കാൻ തിരിച്ചറിയൽ രേഖയും ഫോട്ടോയുമാണ് നൽകേണ്ടത്. പക്ഷേ ഈ റിലയൻസ് ജിയോ സിം ഈ വിപണിയിൽ എത്തിയതോടു കൂടിയാണ് ആധാർ നമ്പർ മാത്രം നൽകുകയും പിന്നീട് ഈ സിം കണക്ഷൻ ലഭിക്കുകയും ചെയ്തത്. ഇക്കാര്യത്തിൽ പിന്നീട് എങ്ങനെ ഈ ആധാർ വിവരങ്ങൾ, സർക്കാർ സെർവറിലുള്ള ആധാർ വിവരങ്ങൾ എങ്ങനെ ഒരു സ്വകാര്യ കമ്പനിക്ക് ലഭിച്ചു എന്ന സംശയം ഉടലെടുക്കുന്നത്. ഇതിനെ തുടർന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരാവകാശ രേഖ നമ്മൾ സർക്കാരിന് സമർപ്പിക്കുകയും ചെയ്തത്. ഇതിൽ സർക്കാർ നൽകിയിരിക്കുന്ന മറുപടി ഇതാണ്: ഈ സ്വകാര്യ കമ്പനികൾക്ക് ബിസിനസ് ആവശ്യങ്ങൾക്ക് പോലും ചിലപ്പോൾ ആധാറിലെ വിവരങ്ങൾ നൽകേണ്ടി വരും. ഈ ആധാറിലെ വിവരങ്ങൾ പൂർണ്ണമായി തന്നെ രഹസ്യമായി സൂക്ഷിക്കാൻ സർക്കാരിനാവുകയില്ല എന്നാണ് മറുപടിയായി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിൽ രണ്ട് രീതിയിലാണ് ആധാറിലെ വിവരങ്ങൾ സാങ്കേതികപരമായി സർക്കാർ വിശദീകരിക്കുന്നത്. ഒന്ന്, കണ്ണിന്റെ സ്കാനിംഗ് വിവരങ്ങൾ, വിരലടയാളം, മുഖചിത്രം തുടങ്ങിയ ഈ ബയോമെട്രിക് വിവരങ്ങളെല്ലാം അതീവ രഹസ്യമാണ്. എന്നാൽ ഈ വിവരങ്ങൾ ജനങ്ങൾ അനുമതി, തങ്ങളുടെ വിവരങ്ങൾ കമ്പനികൾക്ക് നൽകാം എന്നൊരു സമ്മതം നൽകിയാൽ സർക്കാരിന് നൽകാനുള്ള ബാധ്യതയുണ്ട് എന്നാണ് സർക്കാർ വിശദീകരിക്കുന്നത്. ഈ റിലയൻസ് ജിയോ സിം എടുക്കുന്ന വേളയിൽ പോലും നമ്മൾ വിരലടയാളം പതിക്കുകയും ഇതിനുശേഷം സർക്കാർ സെർവറിൽ നിന്ന് വിവരങ്ങൾ സ്വകാര്യ കമ്പനികൾക്ക് ലഭിക്കുകയുമാണ് ചെയ്യുന്നത്. ഇതിലെ ആധികാരികതയാണ് ചോദ്യം ചെയ്യപ്പെട്ടത്. ഇതിൽ സർക്കാർ നൽകിയിരിക്കുന്ന വിശദീകരണം: ഈ ജനങ്ങൾ പതിക്കുന്ന വിരലടയാളം ഈ ആധാർ വിവരങ്ങൾ കമ്പനിക്ക് നൽകുവാനുള്ള സമ്മതമായാണ് സർക്കാർ കണക്കുകൂട്ടുന്നത്. അങ്ങനെ വിലയിരുത്തിയാണ് ഇത്തരം വിവരങ്ങൾ സ്വകാര്യ കമ്പനിക്ക് നൽകിയത് എന്നാണ് സർക്കാർ വിശദീകരിക്കുന്നത്. ഇതോടൊപ്പം ഡെമോഗ്രാഫിക് വിവരങ്ങൾ, അതായത് വ്യക്തിപരമായ വിവരങ്ങൾ, വീട്ടുവിലാസം, വീട്ടിലെ അംഗങ്ങൾ, അതോടൊപ്പം കാളീശ്വരം രാജ് നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. ശ്രീ കാളീശ്വരം രാജ്, സ്വാഭാവികമായും ആധാർ പോലെയുള്ള ഒരു ഇത്ര വലിയ വിപുലമായ ഒരു ഡീറ്റെയിൽസ് ആണ് റിലയൻസിനെ പോലെയുള്ള ഒരു കമ്പനിക്ക് ഏത് വിധത്തിലും ഉപയോഗിക്കാമെന്ന തരത്തിലേക്ക് ഓപ്പണായി കൊടുക്കുന്നത്. അതിന് സർക്കാരിന് പല ന്യായീകരണങ്ങളുമുണ്ട്. പക്ഷേ അത് എത്രത്തോളം സ്വാഭാവികമായും എത്രത്തോളം അംഗീകരിക്കാനാകും? റിലയൻസ് തന്നെ സർക്കാരായി മാറിയിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണല്ലോ നാം ജീവിക്കുന്നത്. അതുകൊണ്ട് നാം റിലയൻസ് വേറെ സർക്കാർ വേറെ എന്ന രീതിയിൽ ആഗ്രഹിക്കുന്നുവെങ്കിലും ഫലത്തിൽ റിലയൻസ് തന്നെയാണ് രാജ്യം ഭരിക്കുന്നത്. പക്ഷെ നിയമപരമായി ഇത് വലിയ പാളിച്ചയുണ്ട്. ഒന്നാമത് സ്വകാര്യതയ്ക്കുള്ള അവകാശം
ഭരണഘടനയുടെ 3-ാം ഭാഗം അനുസരിച്ചിട്ടുള്ള മൗലികാവകാശങ്ങളുടെ ഭാഗമാണ് എന്ന് 1962 തന്നെ സുപ്രീം കോടതി കാരക് സിംഗ് വേഴ്സസ് ദ സ്റ്റേറ്റ് ഓഫ് UP എന്ന വളരെ പ്രസിദ്ധമായിട്ടുള്ള കേസിൽ വ്യക്തമാക്കിയതാണ്. അപ്പോ ഒരാളുടെ വിശദാംശങ്ങൾ, അത് ഡിജിറ്റൽ ഡീറ്റെയിൽസ് മാത്രമല്ല, ബയോമെട്രിക് ഡീറ്റെയിൽസ് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഫോട്ടോ ആകട്ടെ, അദ്ദേഹത്തിന്റെ മറ്റ് വിശദാംശങ്ങളാകട്ടെ, അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ, ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ പുരുഷന്റെ സമ്മതമില്ലാതെ മറ്റു രീതിയിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി അവരുടെ സമ്മതമോ അറിവോ ഇല്ലാതെയോ ഉപയോഗിക്കുന്നത്, അത് ഭരണകൂടം ചെയ്താലും മറ്റാർ ചെയ്താലും അത് ഈ പറഞ്ഞ വ്യക്തിയുടെ സ്വകാര്യതയുടെ മുകളിലുള്ള കടന്നുകയറ്റമാണ്. സ്വകാര്യത എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിന്റെ തന്നെ മറ്റൊരു രൂപമാണ്. അതുകൊണ്ട് അത് സ്വാതന്ത്ര്യത്തിന്റെ മേലുള്ള കടന്നുകയറ്റം തന്നെയാണ്. ഇതുകൊണ്ടാണ് കാരക് സിംഗ് കേസിൽ സുപ്രീം കോടതി വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായി സ്വകാര്യതയെ കണ്ടത്. നോക്കൂ, പല പടിഞ്ഞാറൻ രാജ്യങ്ങളിലും ഡാറ്റ പ്രൊട്ടക്ഷൻ നിയമങ്ങൾ പോലും നിലവിൽ വന്നിട്ടുള്ള കാലഘട്ടമാണിത്. ഇപ്പോ യൂറോപ്യൻ രാജ്യങ്ങളുടെ സമിതിയുടെ ചില പ്രമേയങ്ങളുടെ ഭാഗമായിട്ട് ബ്രിട്ടനിൽ ഒരു സവിശേഷമായിട്ടുള്ള ഡാറ്റ പ്രൊട്ടക്ഷൻ നിയമം തന്നെ നിലവിൽ വന്നിട്ടുണ്ട്. അവിടെ ഈ നിയമത്തിന്റെ ലംഘനമായിട്ടാണ് ഈ രീതിയിലുള്ള ഒരു നടപടിയെ കണക്കാക്കുക. അതിന്റെ അടിസ്ഥാനത്തിൽ വലിയ കോമ്പൻസേഷൻ അടക്കം വ്യക്തികൾക്ക് കൊടുക്കേണ്ടി വരുന്ന ഒരു നിയമ സംവിധാനമാണ് ഇന്ന് പല പടിഞ്ഞാറൻ രാജ്യങ്ങളിലും ഉള്ളത്. UK അതിന്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ്. ഇന്ത്യയിലാകട്ടെ പലപ്പോഴും സാധാരണ മനുഷ്യരുടെ എല്ലാ വിശദാംശങ്ങളും സ്വകാര്യതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഗവൺമെന്റിന് എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാമെന്നും ആരുടെ കാലിലും ഈ കാര്യങ്ങൾ സമർപ്പിക്കാമെന്നുമുള്ള ഒരു അവസ്ഥയുണ്ട്. ഇത് ഇന്ത്യൻ പൗരന്മാരോട് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ഭരണഘടനാ ലംഘനമാണ്, നിയമലംഘനമാണ്. അതിന്റെ ഗൗരവം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ വിവരങ്ങൾ ഏതൊക്കെ തരത്തിൽ മാരകമായ വിധത്തിലായിരിക്കും ഭാവിയിൽ ഉപയോഗിക്കപ്പെടുക എന്നുള്ളത് ആർക്കും ഇന്ന് നിശ്ചയമില്ലാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഗൗരവപ്പെട്ട വിഷയമാണ്. ഈ വിഷയം ചർച്ചക്കെടുത്തതിന് ഞാൻ താങ്കളുടെ ചാനലിനെ അഭിനന്ദിക്കുകയും ചെയ്യും. ഇവിടെ ശ്രീ കളിച്ചും രാജ്, ഒരു സുപ്രധാനമായ ഒരു വിഷയം, അതായത് ഇവിടെ പറയുന്ന ഒരു ന്യായീകരണം, ഈ കാർഡ് എടുക്കുന്ന സമയത്ത്, സിം എടുക്കുന്ന സമയത്ത് ഒരു തമ്പ് ഇംപ്രഷൻ നൽകുന്നുണ്ടല്ലോ, അത് ഈ വിവരങ്ങൾ ശേഖരിച്ചു കൊള്ളൂ എന്നതിന്റെ സമ്മതമായിട്ടാണ് എന്നൊക്കെയാണ്. ഇല്ല, അത് ശരിയല്ല. കാരണം ആധാറുമായി ബന്ധപ്പെട്ടിട്ട് വിശദാംശങ്ങൾ സ്വീകരിച്ചത് സ്റ്റേറ്റിനും അതുപോലെ പൗരന്മാർക്കും ഇടയിലുള്ള ഒരു ഫിഡ്യൂഷ്യറി റിലേഷന്റെ, പരസ്പരം വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് സാധാരണ ആളുകൾ അവരുടെ വ്യക്തിഗതമായ വിശദാംശങ്ങൾ ഭരണകൂടത്തിന്, ഗവൺമെന്റിന് നൽകിയത്. അതൊരിക്കലും തന്നെ റിലയൻസ് പോലെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കോർപ്പറേറ്റിന് സമർപ്പിക്കുവാനുള്ള അനുവാദമായിട്ട് ഇന്ത്യയിലെ ഒരു പൗരനും കണ്ടിട്ടില്ല. അത് ദുർവ്യാഖ്യാനമാണ്. യഥാർത്ഥത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റിനോട് പൗരന്മാർ കാണിക്കുന്ന വിശ്വാസത്തിന്റെ നഗ്നമായ ലംഘനവും വഞ്ചനയുമാണ് ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. അത് മറച്ചുപിടിക്കുന്നതിന് വേണ്ടി ഈ രീതിയിലുള്ള ദുർവ്യാഖ്യാനങ്ങൾ കൊണ്ടുവരുന്നത് ശരിയല്ല. അത് പ്രകടമായ പരസ്യമായ ജനവിരുദ്ധതയാണ് ഈ നടപടിയിൽ കാണുന്നത്. അങ്ങനെയെങ്കിൽ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയൊരു നിയമലംഘനം കൂടിയാണ് ഇത്. നിയമപരമായി ഇതിന്റെ ഒരു സാധ്യത എങ്ങനെയാണ്, ഇതിനെ എങ്ങനെയാണ് നമുക്ക് ചോദ്യം ചെയ്യാൻ കഴിയുക? ഇംഗ്ലണ്ടിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ത്യയിൽ ഈ ഡാറ്റ പ്രൊട്ടക്ഷൻ സംബന്ധിച്ചിട്ടുള്ള സവിശേഷ നിയമമില്ല എന്നുള്ളത് വസ്തുതയാണ്. അതേസമയം സ്വകാര്യതയ്ക്കുള്ള അവകാശം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് എന്നുള്ള രീതിയിൽ സുപ്രീം കോടതി അടക്കം ഭരണഘടനയുടെ 19, 21 അനുച്ഛേദങ്ങൾ വ്യാഖ്യാനിച്ചുകൊണ്ട് വിശദമാക്കിയ സ്ഥിതിക്ക് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള മൗലികാവകാശ ലംഘനം അതൊരു ഇന്റർപ്രറ്റീവ് പ്രോസസ്സിലൂടെ, ഒരു വ്യാഖ്യാനത്തിലൂടെ കോടതി ഉണ്ടാക്കിയിട്ടുള്ള ഒരു നിയമ പരിസരമാണ്. അതിനെ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാവുന്നതാണ്. പക്ഷെ അങ്ങനെയുള്ള നിയമ നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ പൗരന്മാർക്ക് അനുകൂലമായ ഇല്ലെങ്കിൽ ഭരണഘടനയുടെ അന്തസ്സത്തേക്ക് യോജിക്കുന്ന വിധത്തിലുള്ള ഒരു ജുഡീഷ്യൽ ഇടപെടൽ ഉണ്ടായാൽ മാത്രമേ ഈ കാര്യത്തിൽ സാധാരണ ജനങ്ങൾക്ക് നീതി കിട്ടുകയുള്ളൂ. ഭരണകൂടത്തിന്റെ ഇത്തരത്തിലുള്ള ചതികളിൽ നിന്ന്, വഞ്ചനകളിൽ നിന്ന് രക്ഷ ലഭിക്കുവാനുള്ള സാഹചര്യം. ഒരുപക്ഷെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിനോടനുബന്ധിച്ചുള്ള നിയമനിർമ്മാണങ്ങളുടെ ആവശ്യം കൂടിയില്ലേ? അതുകൂടി ഒരു പോരായ്മയായി, അല്ല അതുകൂടി ഒരുപക്ഷെ ഒരു നിയമത്തിന് മുമ്പിലേക്കൊക്കെ കൂടി ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയല്ലേ? താങ്കൾ വളരെ ശരിയായ നിരീക്ഷണമാണ് നടത്തിയിരിക്കുന്നത്. ഈ കാര്യത്തിൽ ഞാനിത് മുൻപും വ്യക്തമാക്കിയിട്ടുണ്ട്. ഹിന്ദുവിന് കൊടുത്തിട്ടുള്ള ഒരു കുറിപ്പിൽ ഈ കാര്യം ഞാൻ വ്യക്തമാക്കിയിരുന്നു ഒരു മാസങ്ങൾക്ക് മുമ്പ്. നമ്മുടെ ഈ ആധാർ കാർഡിലെ വിവരങ്ങൾ, അതുപോലെ മറ്റു തരത്തിൽ നമ്മൾ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ
ട്രസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ പരസ്പര വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നൽകുന്ന വിവരങ്ങൾ, ഈ തരത്തിലുള്ള ഡാറ്റ അത് സ്വകാര്യതയുടെ അവിഭാജ്യ ഭാഗമാണ്. അപ്പോ വ്യക്തിയുടെ സ്വകാര്യത, വ്യക്തിയുടെ ഇത്തരത്തിലുള്ള വ്യക്തിഗതമായ വിവരങ്ങൾ സംരക്ഷിക്കാൻ ഭരണകൂടത്തിനും മറ്റുള്ളവർക്കും അവകാശവും ബാധ്യതയുമുണ്ട് എന്ന് കാണിക്കുന്ന വിധത്തിലുള്ള ഒരു പാർലമെന്ററി നിയമത്തിന്റെ അഭാവം ഇന്ത്യയിലുണ്ട്. ഒരുപക്ഷെ ഈ നിയമത്തിന്റെ അല്ലെങ്കിൽ ഒരു കോടീകൃതമായ നിയമത്തിന്റെ അഭാവം കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് പലപ്പോഴും ഗവൺമെന്റുകൾ ഇത്തരത്തിലുള്ള ഇല്ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള, അവിഹിതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അത് പൗരന്മാർക്കെതിരെയുള്ള യുദ്ധപ്രഖ്യാപനം തന്നെയാണ്. അതൊരു ഭാഗത്ത് നിൽക്കെ മറുഭാഗം നമ്മൾ പരിശോധിക്കേണ്ടത്, താങ്കൾ ആദ്യം സംസാരിച്ചു തുടങ്ങിയപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ റിലയൻസ് പോലെ ഒരു കമ്പനിക്കാണ് ഇങ്ങനെ ഒരു അധികാരം നൽകുന്നത് എന്നുള്ളതാണ്. അവിടെ ഇത് എത്രത്തോളം ഗൗരവതരമാണ്? ഒരുപക്ഷെ കഴിഞ്ഞ കുറേ കാലങ്ങളായി തന്നെ കേന്ദ്ര സർക്കാരിന്റെ പല നിലപാടുകളിലും നമ്മൾ ഈ ഒരു കോർപ്പറേറ്റ് പ്രീണനത്തിന്റെ പല മുഖങ്ങൾ കണ്ടിട്ടുള്ളതാണ്. ഇവിടെ ഇപ്പോൾ ആധാർ പോലെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ സർക്കാരും ജനങ്ങളും തമ്മിലുള്ള ഒരു രഹസ്യം സൂക്ഷിക്കലാണ്, അത് അവർക്കിടയിലുള്ള ഒരു കരാറാണ്. അതിനെ പോലും മറികടക്കാൻ ഒരു കോർപ്പറേറ്റ് കമ്പനിക്ക് ആകുന്നു എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം ഗൗരവതരമാണ്? അത് തികച്ചും രാഷ്ട്രീയമായി, സാമ്പത്തിക ശാസ്ത്രപരമായി ഒക്കെ തന്നെ വളരെ ഗൗരവപ്പെട്ട വിഷയം തന്നെയാണ്. കാരണം ഇന്ത്യയിൽ ഈ രീതിയിൽ റിലയൻസ് പോലുള്ള കമ്പനികൾ കേന്ദ്ര ഭരണകൂടവുമായി ഉണ്ടാക്കിയിട്ടുള്ള കരാറുകളും അവർ തമ്മിലുള്ള അവിശുദ്ധമായിട്ടുള്ള ബന്ധങ്ങളും ഇതിനകം തന്നെ വളരെ വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഈ സമീപകാലത്ത് പോലും ഈ റിലയൻസിന്റെ ചില പുതിയ പ്രോജക്റ്റുകൾ എത്രമാത്രം സാധാരണ ആളുകളെ ചൂഷണം ചെയ്യാൻ പോകുന്നതാണ് എന്നത് സംബന്ധിച്ച് വളരെയധികം ചർച്ചകൾ കഴിഞ്ഞ എനിക്ക് തോന്നുന്നു ആഴ്ചകൾക്ക് മുമ്പ്, മാസങ്ങൾക്ക് മുമ്പ് ഫ്രണ്ട് ലൈൻ ഇതുമായി ബന്ധപ്പെട്ട് ഒരു കവർ സ്റ്റോറി തന്നെ പുതിയ റിലയൻസ് പദ്ധതികളുമായി അതിലുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ തുച്ഛാധീനവുമായി ബന്ധപ്പെട്ട് അത്തരം കാര്യങ്ങളെ തുറന്നു കാണിക്കുന്ന ഒരു കവർ സ്റ്റോറി ചെയ്യുകയുണ്ടായിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ പലപ്പോഴും കോർപ്പറേറ്റ് താല്പര്യങ്ങൾക്ക് വേണ്ടി ജനതാല്പര്യങ്ങളെ ബലികഴിക്കുന്ന സമീപനം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും തുടർച്ചയായി ഉണ്ടാകുന്നതായി കാണും. അതിനെ ശക്തി പകരുന്ന, അതിനെ ഊർജം പകരുന്ന, അതിനെ ആക്സിലറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്ന, വളരെ മാരകമായ രീതിയിൽ വർദ്ധിപ്പിക്കുന്ന ഒരു നടപടിയാണ് ഈ ഡാറ്റ കടത്തലിലൂടെ, ഒളിച്ചു കടത്തലിലൂടെ ഉണ്ടായിരിക്കുന്നത്. അതിന്റെ രാഷ്ട്രീയ മാനങ്ങൾ വലുതാണ്. രാഷ്ട്രീയമായി തന്നെ അത് ജനകീയമായ പ്രതിരോധം ആവശ്യപ്പെടുന്ന വിഷയവും കൂടിയാണ്. ഇവിടെ പ്രത്യേകിച്ച് ഈ ഒരു വിഷയത്തിൽ നേരത്തെ മുതൽക്കേ തന്നെ ഇതുപോലെ പെൺകുട്ടികളുടെ വിവരങ്ങളായാലും അല്ലെങ്കിൽ ബാക്കിയുള്ള ഏതൊരു വ്യക്തിയുടെ ആയാലും ഡേറ്റകൾ ഇത്തരത്തിൽ പൂർണ്ണമായ വിവരങ്ങൾ ഇത്തരത്തിൽ പുറത്തേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ നേരത്തെ തന്നെ പല വാർത്തകളും ഒക്കെ വന്നിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ നിലവിൽ എന്തെങ്കിലും നിയമപരമായി ഈ വിഷയം ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ടോ കോടതിയിൽ? അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ താങ്കൾക്ക് കൂട്ടിച്ചേർക്കാനുണ്ടോ? നിയമപരമായി ഇത്തരം കാര്യങ്ങളെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു അടിസ്ഥാനപരമായ പാർലമെന്ററി നിയമത്തിന്റെ അഭാവത്തിൽ ഭരണഘടനയുടെ അനുച്ഛേദങ്ങൾ വെച്ചുകൊണ്ട് ഉള്ള പൊതുതാൽപര്യ വ്യവഹാരങ്ങളിലൂടെ ഒക്കെ വേണം ഇത്തരം കാര്യങ്ങളെ ചോദ്യം ചെയ്യാൻ. പക്ഷെ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, പലപ്പോഴും ഈ സമീപകാലത്തായി കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഇത്തരം പല നീക്കങ്ങളും ഒന്നുകിൽ നിയമപരമായി ചോദ്യം ചെയ്യപ്പെടാതെ പോയി, അല്ലെങ്കിൽ നിയമപരമായി ചോദ്യം ചെയ്യപ്പെട്ട ചില സന്ദർഭങ്ങളിൽ പോലും ശരിയായിട്ടുള്ള സമയോചിതമായിട്ടുള്ള ഇടപെടൽ കോടതികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാതെ പോയി. ഇപ്പോൾ ഡിമോണിറ്റൈസേഷന്റെ കാര്യത്തിലടക്കം സംഭവിച്ചിട്ടുള്ളതാണ്. ആ പ്രക്രിയ നടന്നു കഴിയുന്നത് വരെ, ഇല്ലെങ്കിൽ അതിന്റെ ദുരിതങ്ങൾ മുഴുവനും ജനങ്ങൾ അനുഭവിച്ച് തീരുന്നത് വരെ കോടതികൾ പോലും കാത്തുനിൽക്കുകയാണ് ചെയ്തത് എന്ന നിർഭാഗ്യം. താങ്കൾ ചോദ്യത്തിൽ സൂചിപ്പിച്ച വിധത്തിലുള്ള ഒരു ഭരണഘടനാപരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സോഷ്യൽ ആക്ഷൻ ലിറ്റിഗേഷൻ ഈ കാര്യത്തിൽ ഇനിയും രാജ്യത്തെ മുഴുവനും സ്വാധീനിക്കുന്ന വിധത്തിലുള്ള ഒരു സോഷ്യൽ ആക്ഷൻ ലിറ്റിഗേഷൻ ഇനിയും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അതായത് അഡ്വക്കേറ്റ് കാളീശ്വരം രാജ് ഇപ്പോൾ ക്യാഷ്ലെസ് എക്കണോമിയെ കുറിച്ച് പറയുന്നുണ്ട്, അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. ഒപ്പം തന്നെ പ്ലാസ്റ്റിക് മണി, ഈ അല്ലാതെ മറ്റ് സേവനങ്ങളെല്ലാം തന്നെ ഓൺലൈൻ ബാങ്കിങ് ഇടപാടുകളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അത്തരം സേവനങ്ങളെല്ലാമുമായി ബന്ധപ്പെട്ട് ഒരു പുതിയൊരു നിയമനിർമ്മാണം ഉണ്ടായിട്ടില്ല. അത് ഉണ്ടാകണം ഒരുപക്ഷെ വിപുലമായി തന്നെ. അതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം. അങ്ങനെയാണോ? പല കാര്യങ്ങളും അടിസ്ഥാനപരമായ നിയമത്തിന്റെ അഭാവത്തിൽ തന്നെയാണ് നാട്ടിൽ നടക്കുന്നത്. ഉദാഹരണത്തിന് ഇപ്പൊ ഡിമോണിറ്റൈസേഷൻ പോലുള്ള കാര്യത്തിൽ പോലും ഇപ്പൊ റിസർവ് ബാങ്ക് നിയമത്തിൽ അടിസ്ഥാനപരമായി എന്തെങ്കിലും ഭേദഗതികൾ വരുത്താതെയാണ് ഡിമോണിറ്റൈസേഷൻ പോലുള്ള വിഷയങ്ങൾ ചെയ്തത്. അത് പ്രകടമായി തന്നെ നിയമവിരുദ്ധമായ രീതിയിലായിരുന്നു ചെയ്തത്. അതിനുശേഷം
മുൻകാല പ്രാബല്യത്തിലൂടെ ഭേദഗതി കൊണ്ടുവരുന്നതിനെ കുറിച്ച് ആലോചിക്കുക മാത്രമാണ് കേന്ദ്ര സർക്കാർ ചെയ്തത്. അപ്പോ ഒരു കറൻസി നോട്ടിലുള്ള പ്രകടമായിട്ടുള്ള വാഗ്ദാനം റിസർവ് ബാങ്ക് സാധാരണ പൗരന്മാർക്ക് നൽകുന്ന ഐ പ്രോമിസ് യു എന്ന് പറഞ്ഞ് നൽകുന്ന വളരെ പ്രകടമായിട്ടുള്ള വാഗ്ദാനത്തെ ലംഘിക്കുന്ന വിധത്തിലാണ്, ഇല്ലെങ്കിൽ ഒരു പ്രത്യേക സീരിയൽ നമ്പറിലുള്ള നോട്ടുകൾ നിരോധിക്കാൻ മാത്രമാണ് ഈ റിസർവ് ബാങ്ക് നിയമം അനുവാദം നൽകുന്നത്. അതിന് പകരം ഒരു 500 നോട്ട് മൊത്തം അല്ലെങ്കിൽ 1000 രൂപയുടെ നോട്ട് മൊത്തം പിൻവലിക്കുന്ന ഒരു അവസ്ഥ. ഇത് ആക്ടില് അത് വ്യാഖ്യാനിച്ച് പറയാം എല്ലാ ഡിനോമിനേഷനും ഇല്ലെങ്കിൽ എല്ലാ സീരിയൽ നമ്പറും ഞങ്ങളൊരു ഡിനോമിനേഷന്റെ കീഴിൽ കൊണ്ടുവരികയാണെന്ന് വ്യാഖ്യാനിച്ച് പറയാമെങ്കിലും പ്രകടമായി നിയമത്തിൽ പറഞ്ഞിട്ടില്ലാത്ത രീതിയിലാണ് ഡിമോണിറ്റൈസേഷൻ പ്രക്രിയ നടന്നത്. അതിലെ വാഗ്ദാനത്തിനെതിരായിട്ടാണ് ഡിമോണിറ്റൈസേഷൻ പ്രക്രിയ നടന്നത്. ഭേദഗതി ഉണ്ടായിട്ടില്ല. അപ്പൊ പലപ്പോഴും നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്തതിനു ശേഷം അതിനെ നിയമവൽക്കരിക്കാനുള്ള അല്ലെങ്കിൽ നിയമവിധേയമാക്കുവാനുള്ള ശ്രമങ്ങൾ അതുപോലും കൃത്യമായി നടന്നിട്ടില്ല. അപ്പോൾ ചുരുക്കത്തിൽ ഇങ്ങനെ നിയമപരമായി അല്ലാതെ കാര്യങ്ങൾ നടത്തിയത് കൊണ്ട് റിസർവ് ബാങ്കിന്റെ അടക്കം വിശ്വാസ്യത ഇത്രമേൽ തകർന്ന ഒരു കാലഘട്ടം ഒരുപക്ഷെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. അപ്പൊ താങ്കൾ ചോദ്യത്തിൽ സൂചിപ്പിച്ചത് പ്രകാരം പലതും നിയമമില്ലാത്തത് കൊണ്ട് കൃത്യമായ നിയമത്തിന് അനുസൃതമായിട്ടല്ലാതെ കാര്യങ്ങൾ നീക്കുന്നത് കൊണ്ട് രാജ്യത്തിന് വലിയ വില കൊടുക്കേണ്ടി വരികയാണ്. പല നടപടികളും നമ്മുടെ സ്ഥാപനങ്ങളുടെ അടിസ്ഥാനപരമായ സ്ഥാപനങ്ങളുടെ ഗവൺമെന്റിന്റെ ആകട്ടെ റിസർവ് ബാങ്കിന്റെ ആകട്ടെ ഒക്കെ വിശ്വാസ്യത തകർക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിയിരിക്കുകയാണ്. അതാണ് തിരിച്ചറിയപ്പെടേണ്ട ഇതിന്റെ അടിസ്ഥാന രാഷ്ട്രീയ വശം. വളരെ നന്ദി അഡ്വക്കേറ്റ് കളീശ്വരം രാജ്. ഈ അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന് കോൺഗ്രസ് നേതാവ് ശ്രീ ടോം വടക്കൻ കൂടി നമ്മളൊപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. ശ്രീ ടോം വടക്കൻ, നേരത്തെ മുതൽക്കേ തന്നെ ഇത്തരത്തിലുള്ള പല റിപ്പോർട്ടുകളും വന്നിരുന്നു, പല ആരോപണങ്ങളും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആധാർ പോലെയുള്ള, അതായത് സർക്കാരും ജനങ്ങളും തമ്മിൽ ഉള്ള ഒരു കരാർ കൂടിയാണ് അത്. ഇത്രയും വിവരങ്ങൾ സർക്കാരിന്റെ പക്കൽ സുരക്ഷിതമാകുമെന്നൊരു വിശ്വാസ്യതയുടെ കൂടി പ്രശ്നമുണ്ട്. അവിടെയാണ് റിലയൻസ് പോലെ ഒരു കമ്പനിക്ക് ഇതെല്ലാം സ്വകാര്യമാക്കി കൊടുത്തുകൊണ്ടുള്ള ഒരു നിലപാട് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇത് എത്രത്തോളം സ്വീകാര്യത ഉള്ളതാണ് ശ്രീ ടോം വടക്കൻ? വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ്. ഈ ഗവൺമെന്റിന്റെ ക്രെഡിബിലിറ്റി കംപ്ലീറ്റ്ലി ഒരു ഡിഫീറ്റിസ്റ്റ് ആണ്. കാരണം ഇവരുടെ ഈ ആധാർ കാർഡിലെ ഡീറ്റെയിൽസ് കൊടുക്കുന്നത് ടോട്ടലി ഒരു ആന്റി നാഷണൽ ആക്ടിവിറ്റി തന്നെ പറയാം. കാരണം ഇത് കോൺഫിഡൻഷ്യൽ ഒരു ഇൻഫർമേഷൻ ആണ്. ഞാൻ അടുത്ത് റിലയൻസിന്റെ ഒരു ടെലിഫോൺ നമ്പർ എടുക്കാൻ പോയി. അവിടെ അവർ പറഞ്ഞത് ആധാർ കാർഡ് വേണം. ആധാർ കാർഡ് കൊടുത്തപ്പോ അവര് കാണിച്ചത് എന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആയിരുന്നു സ്ക്രീനിൽ. എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. ആധാർ കാർഡ് കൊടുക്കുന്നത് ഒരു ഭാഗം, അത് പക്ഷേ കംപ്ലീറ്റ് ഫോർമാറ്റും ഡീറ്റെയിൽസും ആ സ്ക്രീനിൽ ഉണ്ടായിരുന്നു. അത് കോൺഫിഡൻസ് ലെവൽ ഓഫ് സിറ്റിസൺ ഓഫ് ഇന്ത്യ. നമ്മൾ ഗവൺമെന്റിനെ വിശ്വസിച്ചിട്ടാണ് ഈ ഡീറ്റെയിൽസ് കൊടുക്കുന്നത്. അതായത് സ്റ്റേറ്റ് സീക്രട്ട് എന്റെ വിഷയമൊന്നും അല്ല. ഇഷ്യൂ കംപ്ലീറ്റ് ഈ തരം ഡീറ്റെയിൽസ് എല്ലാ സിറ്റിസന്റെയും പുറത്തു വന്നു കഴിഞ്ഞാൽ, പ്രൈവറ്റ് സെക്ടർ കമ്പനിക്ക് പുറത്തു കഴിഞ്ഞാൽ ഇത് എന്ത് ലെവൽ ഓഫ് ക്രെഡിബിലിറ്റി ബാക്കിയുണ്ട് ഈ ഗവൺമെന്റിന്റെ മനസ്സിലായില്ല. പക്ഷെ ജനങ്ങൾ ഇത് മനസ്സിലാക്കുന്നു. വരാൻ പോകുന്ന ദിവസങ്ങളിൽ പല റിയാക്ഷൻസും കാണാം. ഇത് 2019 ഈ ഗവൺമെന്റിനെ നീക്കേണ്ടത് അത്യാവശ്യമാണ്. ഇവിടെ ഏറ്റവും വലിയൊരു വിഷയമുള്ളത് ശ്രീ ടോം വടക്കൻ, ഒന്ന് ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വേണ്ട നിയമനിർമ്മാണങ്ങൾ നമ്മൾ നടപ്പിലാക്കിയിട്ടില്ല എന്നുള്ളത് ഏറ്റവും ഗൗരവതരമായ ഒരു വിഷയമാണ്. അതായത് എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത്, എവിടെയൊക്കെയാണ് ലിമിറ്റേഷൻസ് ഉള്ളത്, ആർക്കൊക്കെയാണ് ഇത്തരം വിവരങ്ങൾ നൽകാൻ സർക്കാരിന് അവകാശമുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങൾ. ഒരു മറുഭാഗത്ത് ഭരണഘടനാപരമായി തന്നെയും നമ്മുടെ മൗലിക അവകാശങ്ങളെ തന്നെയും ഹനിക്കുന്ന രീതിയിലാണ് ഇങ്ങനെ ഒരു കരാർ കൂടി റിലയൻസ് പോലെ ഒരു കമ്പനിക്ക് ചേർന്നുകൊണ്ട് സർക്കാർ നൽകിയിരിക്കുന്നത് എന്നുകൂടി പറയുമ്പോൾ നിയമപരമായി കൂടി വലിയൊരു തെറ്റല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നിയമപരമായി തെറ്റാണ്, അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷേ ഒരു ഗവൺമെന്റും, ഞാൻ ഇതുവരെ പല പാർട്ടീസിന്റെയും ഗവൺമെന്റ് വന്നിട്ടുണ്ട്, ഈ തരം സെൽ ഔട്ട് കണ്ടിട്ടില്ല. ഇത് കംപ്ലീറ്റ് സെൽ ഔട്ട് ആണ്. കാരണം ആ കോൺഫിഡൻസ് ഉണ്ട്. ഇപ്പൊ ഗവൺമെന്റിന്റെ നോട്ടാണ് കറൻസി,
ആ കറൻസിയെ ഡിമോണിറ്റൈസേഷൻ നമ്മൾ കണ്ടു. ഏറ്റവും വിശ്വസിക്കുന്ന ഒരു വിഷയമാണ് റിസർവ് ബാങ്കിന്റെ ക്രെഡിബിലിറ്റി. അതുപോലും നശിപ്പിച്ച ഈ ഗവൺമെന്റിനോട് എന്താ പറയാ? ഇത് ലീഗലി ചാലഞ്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. കേരളത്തിൽ നിന്നോ ഏത് സ്റ്റേറ്റിൽ നിന്നായാലും ഞങ്ങൾ ചാലഞ്ച് ചെയ്യും. പക്ഷെ എല്ലാ സിറ്റിസണും ഈ വിഷയത്തിൽ സെൻസിറ്റൈസ് ആവേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഇത് കംപ്ലീറ്റ് ഒരു സെല്ലൗട്ടാണ് ഈ ഗവൺമെന്റ് കാണിക്കുന്നത്. വളരെ നന്ദി ശ്രീ ടോം വടക്കൻ ഈ അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഏതായാലും ആധാറിന്റെ വിവരങ്ങൾ ലഭിക്കാൻ, അതായത് അത് സുതാര്യമായോ, എല്ലാ വിവരങ്ങളും, നമ്മളുടെ എല്ലാ വിവരങ്ങളും സുതാര്യമാകുന്ന ആക്കാൻ അതുമായി ബന്ധപ്പെട്ട രേഖകളൊക്കെ ലഭിക്കുന്ന ലിസ്റ്റിലേക്ക് റിലയൻസിനെ കൂടി കേന്ദ്ര സർക്കാർ ചേർത്തിരിക്കുന്നു. മനു ഞങ്ങളുടെ റിപ്പോർട്ടറിലേക്ക് ഒരിക്കൽ കൂടി പോകുകയാണ്. മനു, ഇവിടെ വലിയ വിമർശനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ നിലനിന്നിരുന്നു. പ്രത്യേകിച്ച് ഡീറ്റെയിൽസ് അടക്കം പുറത്തേക്ക് പോകുന്നു, പേഴ്സണൽ ഡീറ്റെയിൽസ് അടക്കം പുറത്തേക്ക് പോകുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളിലൊക്കെ തന്നെയും. പക്ഷേ ഇവിടെ നമ്മൾ ഏറ്റവും സുപ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ഇത്തരം പല കാര്യങ്ങളിലും നേരത്തെ തന്നെ റിലയൻസുമായി ബന്ധപ്പെടുത്തിയൊക്കെ തന്നെ പല ആരോപണങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ കോർപ്പറേറ്റ് പ്രീണനവുമായി ബന്ധപ്പെടുത്തിയൊക്കെ തന്നെ ഉയർന്നിരുന്നു. പക്ഷേ തുടർച്ചയായി ഇതേ ഒരു നിലപാട് സർക്കാർ സ്വീകരിക്കുമ്പോൾ, നിയമങ്ങൾ പോലും കാറ്റിൽ പറത്തി ഇങ്ങനെ ഒരു നിലപാട് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുമ്പോൾ അതിനെ എങ്ങനെയാണ് പൊതുവിൽ വിലയിരുത്തുന്നത് ദേശീയ തലത്തിൽ തന്നെ? മനു. സൗമ്യ, ഇതിൽ ശ്രദ്ധേയമായ കാര്യം, രണ്ടാം UPA സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് പാർലമെന്റിൽ ആധാറുമായി ബന്ധപ്പെട്ട ബിൽ അന്ന് യശ്വന്ത് സിൻഹ ചെയർമാനായിരുന്ന പാർലമെന്ററി ധനകാര്യ സമിതി മുമ്പാകെ എത്തുന്നതും. എന്നാൽ ഈ ഒരു ബില്ലിന്മേൽ BJP, അന്ന് പ്രതിപക്ഷത്തായിരുന്ന BJP വലിയ വിമർശനം ഉന്നയിക്കുകയും ചെയ്തത്. പാർലമെന്റിന് അകത്തും പുറത്തും ഈ ആധാർ നിയമപരിരക്ഷയ്ക്കെതിരെ വലിയ ശബ്ദമാണ് BJP അന്ന് ഉയർത്തിയിരുന്നത്. എന്നാൽ പിന്നീട് NDA സർക്കാർ അധികാരത്തിലേറിയ ശേഷം ലോക്സഭയിൽ ഇത് വോട്ടെടുപ്പില്ലാതെ തന്നെ പാസ്സാവുകയും മറ്റും ചെയ്തു. രാജ്യസഭയിൽ ഇത് മണി ബില്ലായാണ് പാസ്സായത്. ഇത് തന്നെയാണ് ശ്രദ്ധേയമായ കാര്യം. രാജ്യസഭയിൽ ഇത് മണി ബില്ലായി പാസ്സായത് മുതൽ ഇത് സ്വകാര്യ കമ്പനികൾക്ക് ഒരുപക്ഷെ തീരെഴുതാനുള്ള ഒരു നീക്കം എന്ന വിമർശനം ഉയർന്നിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് അന്നൊന്നും ചിത്രത്തിലില്ലായിരുന്ന റിലയൻസ് ഇപ്പോൾ ഈ ഒരു കാര്യത്തിൽ അടുത്തേക്ക് എത്തിയിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം. ഇതിൽ ഓതന്റിക്കേഷൻ യൂസർ ഏജൻസി പട്ടികയിലേക്കാണ് റിലയൻസിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. നേരത്തെ കേന്ദ്ര സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങളെയാണ് ഈ ഓതന്റിക്കേഷൻ യൂസർ ഏജൻസികളുടെ പട്ടികയിൽ ഉൾപ്പെടുത്താറുള്ളത്. എന്നാൽ ഇപ്പോൾ സ്വകാര്യ കമ്പനികളെ അവരുടെ ബിസിനസ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനും ആധാർ വിവരങ്ങൾ കൈമാറ്റപ്പെടാനുള്ള പട്ടികയിൽ, ഓതന്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഏജൻസി പട്ടികയിൽ റിലയൻസിന്റെ പേരും ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ് ശ്രദ്ധേയം. അതിനാൽ തന്നെ ജനങ്ങൾ ഈ വിരലടയാളത്താൽ സമ്മതം അറിയിക്കുന്നതോടുകൂടി യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ സെർവറിലുള്ള ഈ ആധാർ ഡീറ്റെയിൽസ് മുഴുവനായി തന്നെ ഈ സ്വകാര്യ കമ്പനികൾക്ക് നൽകാനാകും എന്നാണ് സർക്കാർ വിശദീകരിക്കുന്നത്. അതിനാൽ തന്നെ ബാങ്കിംഗ് ഡീറ്റെയിൽസ്, അതോടൊപ്പം ഗ്യാസ് സബ്സിഡി, ഓയിൽ സബ്സിഡി അടക്കമുള്ള മറ്റ് അനവധി സബ്സിഡികളും ഈ ആധാറുമായി ബന്ധിപ്പിക്കുകയാണ്. ഇപ്പോൾ പിൻവാതിലൂടെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ സർക്കാർ ശക്തമായി നടത്തുന്നുമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരം ഒരു ബന്ധം ഈ സ്വകാര്യ കമ്പനികൾക്ക് നൽകുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ വ്യക്തിപരമായ ചില വളരെ ഗൗരവകരമായ ആവശ്യങ്ങളിലേക്ക് പോലും കമ്പനികൾക്ക് കടന്നു ചെല്ലാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. അതീവ ഗൗരവകരമായ അവസ്ഥയാണ്. ഈ വിവരങ്ങൾ ഈ അൺലോക്ക് ചെയ്യപ്പെട്ട് സർക്കാർ സെർവറിൽ നിന്ന് സ്വകാര്യ കമ്പനികൾക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എപ്പോൾ ലോക്ക് ചെയ്യപ്പെടും എന്നത് സംബന്ധിച്ച് ഒരു കൃത്യത നൽകാൻ സർക്കാരിനാകുന്നില്ല. ഈ വിവരങ്ങൾ എന്തെല്ലാം ആവശ്യങ്ങൾക്ക് സ്വകാര്യ കമ്പനികൾക്ക് ഉപയോഗിക്കാം എന്നത് സംബന്ധിച്ചൊരു നിബന്ധന നൽകാനും ഇതുവരെ സർക്കാർ തയ്യാറായിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. അതിനാൽ തന്നെ ഓരോ ജനതയുടെയും വ്യക്തിപരമായ വിവരങ്ങൾ സ്വകാര്യ കമ്പനികൾക്ക് ഏതെല്ലാം ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനാകും എന്ന കാര്യത്തിൽ ഒരു കൃത്യത വരുത്താൻ സർക്കാരിന് ഇതുവരെ സാധിക്കുന്നില്ല. ഇത് വലിയ ആശങ്കയ്ക്കാണ് വരും നാളുകളിലും വഴിവെക്കുക. സൗമ്യ, മനുഷ്യങ്കറാണ് വിവരങ്ങൾ നൽകിയത്. ആധാർ വിവരങ്ങൾ ലഭിക്കാവുന്ന സുതാര്യതയിൽ, അതായത് സുതാര്യത പട്ടികയിൽ റിലയൻസിനെ കൂടി ചേർത്തിരിക്കുന്നു. ഇതേ തുടർന്ന് ആധാറിലെ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കാനാവില്ല എന്നാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഈ വിഷയത്തിൽ പറയുന്നത്. എന്നാൽ ജനങ്ങളും സർക്കാരും തമ്മിലുള്ള ഒരു കരാർ ആയി തന്നെയാണ് ആധാർ വിവരങ്ങൾ സൂക്ഷിക്കേണ്ടത്. അതിൻ്റെ ഒരു രഹസ്യ സ്വഭാവം തകർക്കുന്നതാണ് പുതിയ കേന്ദ്ര സർക്കാർ നിലപാട്.